നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശശി തരൂരിന് പുറകെ മറ്റൊരു പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടി വിടുകയാണ്, കോൺഗ്രസ് ഉപേക്ഷിക്കുകയാണ്. മറ്റാരുമല്ല, ദിഗ്വിജയ് സിംഗ് ആണ് കോൺഗ്രസിനെ വിട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. അതിന് വേണ്ടുന്ന വഴിമരുന്ന് അദ്ദേഹം തന്നെ ഇടുന്നുമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തെഴുതി. കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങളിൽ താങ്കൾ കൂടുതൽ ശ്രദ്ധിക്കണം, സംഘടനാ സംവിധാനത്തെ കൂടുതൽ ബലപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് കത്തെഴുതിയത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദിഗ്വിജയ് സിംഗിൻ്റെ സഹോദരൻ ലക്ഷ്മൺ സിംഗിനെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. അത് കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും BJPയെ പുകഴ്ത്തുകയും ചെയ്തതിനാണ് എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ദിഗ്വിജയ് സിംഗ് ഇങ്ങനെയൊരു കത്ത് രാഹുൽ ഗാന്ധിക്ക് എഴുതിയതിന് പുറകെ മറ്റൊരു വെടി കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് 1990 LK അദ്വാനിയുടെ കാൽച്ചുവട്ടിലിരിക്കുന്ന നരേന്ദ്രമോദി, ആ ഒരു ചിത്രം അദ്ദേഹം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇത് കണ്ടു പഠിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അദ്വാനിയുടെ കാൽച്ചുവട്ടിലിരുന്ന നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കണ്ടെത്തി അവരിൽ നേതൃത്വ ശീലം വളർത്തി അവരിൽ നേതൃത്വ ഗുണം ഉണ്ടാക്കിക്കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആക്കുന്ന ഒരു സംവിധാനം RSSനുണ്ട്. അത് RSSൻ്റെ സംഘടനാ സംവിധാനമാണ്. ഇത് കണ്ടു പഠിക്കണം എന്നാണ് അദ്ദേഹം കുറിച്ചത്. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കോൺഗ്രസിൽ താഴെ തട്ടിൽ നിന്ന് ആരും ഉയർന്നു വരുന്നില്ല, ഉയർന്നു വരാൻ സമ്മതിക്കുന്നില്ല എന്നല്ലേ? മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഈ വിഷയം BJP എടുത്ത് ആയുധമാക്കി. BJP ഈ ദിഗ്വിജയ് സിംഗിൻ്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് BJP നേതാക്കൾ തലങ്ങും വിലങ്ങും കോൺഗ്രസിനെ ആക്രമിക്കാൻ തുടങ്ങി. അതായത് കോൺഗ്രസ്സിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ, പ്രവർത്തകരുടെ പാരമ്പര്യമില്ല, പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുവരാൻ വളർത്താൻ വേണ്ടുന്നതൊന്നും കോൺഗ്രസ് ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല എന്നായിരുന്നു BJPയുടെ ആക്രമണം. എന്തായാലും കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി. ഒടുവിൽ കോൺഗ്രസിൻ്റെ പവൻ ഖേരയും മറ്റുമൊക്കെ ഇതിന് മറുപടിയുമായിട്ട് രംഗത്ത് വന്നു. അതായത് BJP എന്ന് പറയുന്നത്, RSS എന്ന് പറയുന്നത് ഗോഡ്സെ സ്ഥാപിച്ചതാണ്, എന്നാൽ കോൺഗ്രസ് ആകട്ടെ മഹാത്മാഗാന്ധി സ്ഥാപിച്ചതാണ്. അങ്ങനെ മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സെയുടെ പാരമ്പര്യമുള്ള RSSനെ അല്ല ഞങ്ങൾ പിന്തുടരുന്നത്, നമുക്ക് പിന്തുടരേണ്ടത് മറിച്ച് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിക്ക് RSS പാരമ്പര്യം ഇല്ല, RSS പാരമ്പര്യം പിന്തുടരേണ്ട ആവശ്യമില്ല എന്നൊക്കെയായിരുന്നു കോൺഗ്രസ് തിരിച്ചടിച്ചത്. പക്ഷെ അതിനൊന്നും വലിയ വിലയൊന്നും ഉണ്ടായില്ല. ഈ ദിഗ്വിജയ് സിംഗിൻ്റെ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി എന്നുള്ളതാണ്. അത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. കോൺഗ്രസ്സിലെ ഏകാധിപത്യ കുടുംബാധിപത്യ പ്രവണത നല്ലതല്ല എന്ന് ദിഗ്വിജയ് സിംഗ് പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിന് കിട്ടിയ വ്യാഖ്യാനം. ഈ പറഞ്ഞതുപോലെ ദിഗ്വിജയ് സിംഗ് മറ്റ് ചില കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ അടി അടിച്ചത്. സത്യത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനും ഈ സോണിയ പരിവാർ, ഈ രാഹുൽ ഗാന്ധിയുടെ റിമോട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന മല്ലികാർജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ദിഗ്വിജയ് സിംഗ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. കാരണം താമസിയാതെ മധ്യപ്രദേശിൽ ഇപ്പോൾ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടത് അന്തിമഘട്ടത്തിലാണ്, പൂർത്തിയായി വരുന്നു. അതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തൻ്റെ നോമിനികളെ വേണ്ട പദവികൾ കൊടുത്ത് സ്ഥാനങ്ങൾ കൊടുത്ത് കോൺഗ്രസ് അനുഗ്രഹിച്ചില്ല, കോൺഗ്രസ് നേതൃത്വം അവരെ പിന്തുണച്ചില്ല എന്ന പരാതി ദിഗ്വിജയ് സിംഗിന് വളരെ ശക്തമായിട്ടുണ്ട്. അതുമാത്രമല്ല, അധികം താമസിയാതെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കും. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭ MP ആണ്. വരുന്ന ജൂണിൽ രാജ്യസഭാ കാലാവധി അദ്ദേഹത്തിൻ്റെത് അവസാനിക്കും. ഇനി ഏതാണ്ട് 6 മാസമേ ഉള്ളൂ. തൻ്റെ രാജ്യസഭാ പദവി അല്ലെങ്കിൽ ആ രാജ്യസഭാ സ്ഥാനം കോൺഗ്രസ് നീട്ടി നൽകാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ
കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പല നടപടികളും അദ്ദേഹം ചെയ്യും എന്ന് ഉറപ്പാണ്, അദ്ദേഹം പറയും എന്ന് ഉറപ്പാണ്. കാരണം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി, പ്രതിരോധത്തിലാക്കി തൻ്റെ വഴിക്ക് കൊണ്ടുവരിക, ഇപ്പോൾ തൻ്റെ നോമിനികളെ ഒഴിവാക്കി മധ്യപ്രദേശ് PCC പുനഃസംഘടനയിൽ നിന്ന്, പക്ഷേ തന്നെയും ഭാവിയിൽ രാജ്യസഭയിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് തയ്യാറായേക്കും. അതുണ്ടാകാതെ ഇപ്പോഴേ നോക്കണം. അതിനുള്ള ഒരു മുഴം നീട്ടിയെറിഞ്ഞതല്ലേ ഇത് എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദിഗ്വിജയ് സിംഗ് ശശി തരൂരിന് പുറകെ AICCക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സത്യമാണ്. ദിഗ്വിജയ് സിംഗിനെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ കോൺഗ്രസ് സഹിക്കുകയാണ്. കോൺഗ്രസിന് അതല്ലാതെ മറ്റു വഴിയില്ല. ഈ പറഞ്ഞതുപോലെ ദിഗ്വിജയ് സിംഗ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വളരെ രമ്യമായിട്ട് അദ്ദേഹത്തെ തന്ത്രപൂർവം കൊണ്ടുപോകാൻ മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുകയുള്ളൂ. മറിച്ചാണെങ്കിൽ ദിഗ്വിജയ് സിംഗ് കോൺഗ്രസ്സിന് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. കാരണം ഒരുപാട് നാൾ കോൺഗ്രസുമായിട്ട് സഹകരിച്ച് നിന്നയാളാണ്. കോൺഗ്രസിൻ്റെ AICCയുടെയൊക്കെ വളരെ ഉന്നത പദവികൾ വഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. പല രഹസ്യങ്ങളും ദിഗ്വിജയ് സിംഗിൻ്റെ കൈവശമുണ്ട്. അത് പുറത്തു വന്നാൽ, അത് ചർച്ചയായാൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തും. കോൺഗ്രസ് തൽക്കാലം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദിഗ്വിജയ് സിംഗിനെ പിണക്കാതെ കൊണ്ടുപോകാനായിരിക്കും ശ്രമം. പക്ഷേ ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിനെ, അതായത് മുങ്ങുന്നെങ്കിൽ വള്ളത്തെ മൊത്തത്തിൽ മുക്കുക, അങ്ങനെ ഞാൻ മാത്രമായിട്ട് മുങ്ങില്ല എന്ന ആ ഒരു നയം അത് ദിഗ്വിജയ് സിംഗിനുണ്ട്. വളരെ പണ്ട് തൊട്ടേ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലാണ്. ശശി തരൂരിന് പുറകെ മറ്റൊരു പ്രബലനായ നേതാവ്, അതായത് ഉത്തരേന്ത്യയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു നേതാവ്, പാരമ്പര്യമുള്ള ഒരു നേതാവ് കോൺഗ്രസിനെതിരെ, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെതിരെ, ആ സോണിയ പരിവാറിനെതിരെ അതിശക്തമായ ചരടുവലികളുമായിട്ട്, അണിയറ നീക്കങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.